ഹായ് ഹലോ നമ്മളിന്ന് കാണാൻ പോകുന്നത് സോൾഡ് ഔട്ട് ഓൺ യു എന്ന കൊറിയൻ ഡ്രാമയുടെ 7ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ അധികം സമയം കളയണ്ട, നമുക്ക് ഈ 7ാമത്തെ എപ്പിസോഡിലേക്ക് നേരെ പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ ഡാമാണിങ്ങെ മാത്യുവിനെ കിസ് ചെയ്തല്ലോ. അതിനുശേഷം നമ്മുടെ മാത്യു ആണെങ്കിൽ ആകെ ഷോക്കായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവരാണെങ്കിൽ അവളെയും കൂട്ടിയിട്ട് നേരെ റൂമിലേക്ക് ചെല്ലാനിട്ട് അവൾ കിടത്താണ്. അവനാണെങ്കിൽ സ്റ്റൈലായിട്ട് ഇറങ്ങിപ്പോകാൻ നോക്കുമ്പോൾ അവിടുത്തെ വാതിലിൽ തലയിടിച്ചിട്ട് ആളെ കുത്തി മറിഞ്ഞ് പുറത്തേക്ക് വീഴാണ്. എന്നാൽ അവൻ തോൽക്കാതെ വാതിലടിച്ചിട്ടാണ് അവിടുന്ന് പോണത്. നമ്മുടെ ഡാമാണിങ്ങോട് പോത്ത് പോലെ കിടന്നുറങ്ങാണ്. എന്നിട്ട് അവൻ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് അവിടെ വന്ന് ബെഡിൽ വന്നിരിക്കുകയാണ്. കുറേ നേരം ഇരുന്നിട്ട് ആൾക്കാണെങ്കിൽ ഉറക്കം വന്നില്ല. അങ്ങനെ ഇരുന്നിരുന്ന് അവൻ രാവിലെ ആകും. രാവിലെ ആകുമ്പോൾ നമ്മുടെ ഡാമാണെങ്കിൽ വന്നിട്ട് അതെ നമുക്ക് ജോഗിങ്ങിന് പോകണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ജോഗിങ്ങിന് പോകണം, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ തിരിയുമ്പോൾ വീണ്ടും അവിടെ കുത്തി പറഞ്ഞ വഴിയാണ്. അതിനുശേഷം അവരാണെങ്കിൽ ജോഗിങ്ങിന് ഇറങ്ങാണ്. നമ്മുടെ മാത്യുവിനെ നമ്മുടെ ഡാമാണെങ്കിൽ തൊടാൻ നോക്കുമ്പോഴൊക്കെ മാത്യു ആണെങ്കിൽ ഓക്വേർഡായിട്ടാണ് തോന്നുന്നത്. ഇന്നലത്തെ കിസ്സിൻ്റെ എഫക്റ്റ് അവൻ പോഴുണ്ട്. അവനാണെങ്കിൽ ഓടാണ് അവളെ ഇട്ടിട്ട്. അവളാണെങ്കിൽ പിന്നാലെ മറ്റേ ചിപ്പീനും കൊണ്ട് ഓടി വരാണ്. പക്ഷേ അവരാണെങ്കിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവനാണെങ്കിൽ സ്വയം എക്സസൈസ് ഒക്കെ ചെയ്ത് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് അവൾ ടി വി വാങ്ങിയോടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും അവളുടെ ചുണ്ട് കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ വീണ്ടും ഒക്കെ ആയിട്ട് തോന്നാണ്. അവനാണെങ്കിൽ അവളിൽ കിടന്ന് ചൂടായിട്ട് നമ്മുടെ ചിപ്പീനെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ്. അവിടെ നിന്ന് സിങ്കടായി കാണിക്കുന്നത് നമ്മുടെ മാത്യുവിൻ്റെ വീട്ടിലാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ മാത്യുവും ഡാമൊക്കെ വന്നിരിക്കുകയാണ്. മാത്യു ആണെങ്കിൽ കാലത്ത് എന്ത് കഴിക്കാമെന്നൊക്കെ ആലോചിച്ച് ഫ്രിഡ്ജിൽ നിന്ന് ഫുഡ് എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു തല എൻ്റെ ഇടയ്ക്ക് കയറി വരാണ്. അത് നമ്മുടെ ഡാമിൻ്റെയാണ്. അവൻ പേടിച്ച് സൈഡിലേക്ക് മാറിപ്പോവും. അവസാനമാണെങ്കിൽ ആ ഫുഡിൻ്റെ പേര് പറഞ്ഞിട്ട് രണ്ടുപേരും തല്ലുണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഫുഡ് നോക്കി ഇവർ രണ്ടാളും ഇങ്ങനെ കണ്ടും നോക്കിയിരിക്കുന്ന സമയത്തായിരിക്കും അങ്ങോട്ടാണെങ്കിൽ നമ്മുടെ ജിന്നി കയറി വരുന്നത്. അവളെ കണ്ടത് ഇവരാണെങ്കിൽ രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. ഈ സമയത്ത് ജിന്നി വന്ന് ചോദിക്കും എന്താ ഇവിടെ നടക്കണ്ടായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും വേറെ ഒന്നല്ല, നമ്മൾ കാലത്തത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് എന്തുണ്ടാക്കുമെന്ന് ആലോചിക്കായിരുന്നു എന്ന് പറയും. അപ്പോൾ അവൾ പറയും നന്നായി, എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുകയാണ് നമ്മുടെ ജിൻലി. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ കൂടിയിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഈ സമയത്ത് ജിൻലിയും അതുപോലെ തന്നെ നമ്മുടെ മാത്യുവും കൂടിയിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഡാമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവളാണെങ്കിൽ ദേഷ്യത്തിൽ മുട്ടയൊക്കെ കുറേ ഒരു കോലി തന്നെ കുത്തിയെടുത്തിട്ട് അത് തിന്ന് തീർക്കാണ്. ഈ സമയത്ത് നമ്മുടെ മാത്യു ചോദിക്കുന്നുണ്ട് എന്തെത്ര കുത്തിക്കയറ്റൊന്നും ചെയ്യല്ലേ, ശ്വാസം മുട്ടി ചത്തു എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ വീണ്ടും കുറച്ച് ചോറും കൂടി എടുത്ത് വായിലെ കുത്തിക്കയറ്റാണ്. അവിടെ നിന്ന് സിങ്കടായി കാണിക്കുന്നത് ജിന്നി ആയിങ്ങെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീടിന് പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയത്ത് അവൾ തിരിഞ്ഞ് നോക്കാണ്. അവൾക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അവളാണെങ്കിൽ കരഞ്ഞ് വിളിച്ച് ആ ഗേറ്റ് കിടന്ന് മാന്താണ്. എന്നിട്ട് പറയാണ് തുറക്കെന്ന് പറഞ്ഞിട്ട് കിടന്ന് വിളിക്കുകയാണ്. ഇത് അവൾ ആലോചിച്ച് നിൽക്കുമ്പോഴാവും നമ്മുടെ മാത്യുവും പിന്നാലെ വരാം. ഈ സമയത്ത് അവൾ പറയും ഞാൻ പഴയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയെന്ന് പറയാണ്. മാത്യു പറയും ഇപ്പോൾ എന്താ പ്ലാൻ ചോദിക്കുമ്പോൾ അവൾ പറയാണ് ഞാൻ കുറച്ച് നേരം നടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ നടക്കാണ്. ഈ സമയത്ത് അവളുടെ കൂടെ നടക്കാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാവാം ജിന്നിക്കും ഒരു വലിയൊരു കഴിഞ്ഞു പോയ കാലമുണ്ടെന്ന്. അപ്പോൾ ഇതിലെല്ലാവർക്കും ഇങ്ങനെ ഫ്ലാഷ് ബാക്കുകളുണ്ട്. നല്ല കാര്യം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാണിക്കുന്നത് എറിക്കിനെ മാനേജറെയാണ്. എറിക്കിനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് മാനേജർ അങ്ങോട്ട് വരുമ്പോൾ എറിക്കാണെങ്കിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ മാനേജറോട് പറയാണ് ഞാൻ നമ്മുടെ ടിക്കറ്റ് കയറി കളഞ്ഞു, ഞാൻ എന്തായാലും പോകാനായിട്ട് പ്ലാനൊന്നും ചെയ്യുന്നില്ല, എനിക്ക് വേറൊരു കാര്യമുണ്ട്, ഞാൻ ഹിറ്റിൽ പോയി സംസാരിക്കാൻ പോവാണ് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചെന്ന് പറയാണ്. ഈ സമയത്ത് നമ്മുടെ മാനേജറൊക്കെയും അപ്പോൾ മിഷേൽ മാഡം അതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് നേരെ ഹിറ്റിലേക്ക് പോവാണ്. എന്നിട്ട് ഹിറ്റിൽ പോയിട്ട് ആ സിഇയോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഈ പ്രൊഡക്റ്റ് പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ഡാമിനെ വേണം, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് പരസ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ സിഇഒ പറയാണ് ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആയോട്ടെ, അപ്പോൾ എന്തായാലും ഒരു കാര്യം ഞങ്ങളെന്തായാലും ഡാമിനെ വിളിക്കാൻ പോകണില്ല, നിങ്ങളുടെ എല്ലാ ആവശ്യം നിങ്ങൾ പോയി വിളിച്ചോളാൻ പറയാണ്. അവനാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നേരെ ഗ്രാമത്തിലേക്ക് വണ്ടി എടുത്ത് വരാൻ പോവാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാണിക്കുന്നത് പാർക്ക് ലാഹോ പിന്നെ ഡോക്ടറൊക്കെ കൂടിയിട്ട് ജോഗിങ് ചെയ്യാണ്. അവിടെയാണെങ്കിൽ ഒരു ഫെസ്റ്റിവൽ വരാൻ പോവാണ്. 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള മത്സരം, അതിനായിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ വീടിൻ്റെ മുറ്റത്തെത്തുമ്പോൾ അവനാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ തവളൊക്കെ ഇങ്ങനെ ചാടിയില്ല, അതുപോലെ ചാടിയിട്ടാണ് വിളിക്കണത്. അവൻ പറയും ഞങ്ങളില്ല എന്നുള്ള രീതിയിൽ അവൻ കൈ കാണിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഡാമാണെങ്കിൽ ആദ്യമായിട്ടല്ലോ ഇതൊക്കെ കാണുന്നത്. അവൾക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ ഒരു ചിരിയാണ് വരുന്നത്. ഈ സമയത്ത് അവളാണെങ്കിൽ ചോദിക്കുന്നത് എന്താ സംഭവം എന്ന്. അപ്പോൾ ആണെങ്കിൽ അവൻ വിവരിച്ച് പറയും 2 ഗ്രാമങ്ങൾ തമ്മിൽ പണ്ടേ മുതൽ നടത്താറുള്ളതാണ്, എല്ലായ്പ്പോഴും ആ ഗ്രാമമാണ് ജയിക്കാറെന്നുള്ളത് പറഞ്ഞിട്ട് അവളോട് പറയാനും ഇവരാണെങ്കിൽ ഒരിക്കലും ഈ മത്സരത്തിലൊന്നും പങ്കെടുക്കാത്ത ആളാണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വയ്ക്കണം. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പാർക്കിനെയും അതുപോലെ തന്നെ മാത്യുവിനും ഒക്കെയാണ്. അവരാണെങ്കിൽ ഇത് കെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാർക്ക് പറയാണ് എടാ നീ എന്തെങ്കിലും മത്സരിക്കടാ, നമ്മൾ മുന്നത്തെ പ്രാവശ്യം കണ്ടില്ല എത്ര വട്ടം അവർ ജയിച്ചുകൊണ്ട് പോണത്, ഒന്ന് മത്സരിക്കുന്നവർക്ക് അവരെ സോപ്പിടാൻ നോക്കാണ്. പക്ഷെ അവനാണെങ്കിൽ ഒരു തുള്ളിക്കന അവർ പറഞ്ഞ കേൾക്കില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാണിക്കുന്നത് ഇവർ സംസാരിക്കുന്നതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ഡാമാണെങ്കിൽ അവിടെ വേറൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഡാമിൻ്റെ കൂടെ ജിന്നിയും കൂടി ഉണ്ട്. ജിന്നി അപ്പോൾ പറയാണ് ഡാമിനോട് ഒരിക്കലും അവനെ ബുദ്ധിമുട്ടിക്കരുത്, അവനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളെയാണെങ്കിൽ ഉപദേശിക്കുകയാണ്. അവളാണെങ്കിൽ അതൊക്കെ കേട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാണിക്കുന്നത്
അങ്ങോട്ടാണെങ്കിൽ നമ്മുടെ ബോണാണെങ്കിൽ അങ്ങോട്ട് കാറൊക്കെ പിടിച്ച് വന്നിരിക്കുകയാണ്. അവനെ AC ഫ്രീ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കുത്തി നിറച്ചിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, പട്ടി ഷോയാണ് അവൻ. അവനാണെങ്കിൽ മറ്റേ ലുക്കായിട്ടിട്ട് വന്നിരിക്കുകയാണ്. വേറെ ആരും കാണിക്കാനല്ല, നമ്മുടെ പാർക്കിൻ്റെ കാമുകിയായ മൂണിനെ കാണിക്കാനായിട്ടാണ് അവൻ ഈ ഡ്രസ്സൊക്കെ കെട്ടിയെടുത്ത് വന്നിരിക്കുന്നത്. ഹീറോനെ കാണുമ്പോൾ കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവനെ തിരിച്ച് എന്നൊക്കെ ഉള്ള രീതിയിൽ കാണിക്കും. അതിനുശേഷം നമ്മുടെ പാർക്കിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. എൻ്റെ പാർക്കിനോട് പറയും, കേട്ടാ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളാണ്, ഇതൊക്കെ നമുക്ക് ഒതുക്കി വെക്കണം, നമുക്ക് ഈ പ്രോഗ്രാം അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അവൻ അതിനായിട്ട് ശബ്ദത്തിൽ പറയും. നമ്മുടെ ആളൊന്ന് പെട്ടെന്ന് പകച്ചു പോകും. അങ്ങനെ ബോൺ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഡാമിനെ ബോൺ കാണണത്. ബോൺ അവളെ കണ്ടതും ഇവളെന്താ അവിടെ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയുടെ അടുത്ത് ഓടിച്ചെല്ലാണ്. എന്നിട്ട് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ അത് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് അവനോട് പറയാണ്. ഈ സമയത്ത് അവൻ വീണ്ടും പാർക്കിൻ്റെ അവിടെ വന്നിട്ട് പറയാണ്, അതെ ആ മൂണിൻ്റെ കോഫി ഷോപ്പ് എവിടെയാണ്? അതാ മാത്രമാണല്ലോ എവിടെയുള്ള കോഫി ഷോപ്പ്, എനിക്ക് അവിടേക്ക് ഒന്ന് പോകണമെന്ന് പറയാണ്. ഈ സമയത്ത് പാർക്ക് പറയും, അവളൊന്നും അവിടെ ഉണ്ടാവില്ല, നീ എന്തായാലും പോയിട്ട് കാര്യമില്ല എന്ന് പറയും. പക്ഷെ നമ്മുടെ ബോൺ പറയും, എന്നെ എന്തായാലും നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറയാണ്. അവിടെ നിന്ന് സിങ്കട്ടൊക്കെ കാണിക്കുന്നത് നമ്മുടെ ബോണിനെയും കൂട്ടി നമ്മുടെ പാർക്കാണെങ്കിൽ നേരെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് അവളുടെ പേരാണെങ്കിൽ നമ്മുടെ പാർക്കാണെങ്കിൽ 4-5 വട്ടം വിളിച്ചിട്ടും അവളെ കേൾക്കണില്ല. ഈ സമയത്ത് അവൻ പുറത്താണെന്ന് വിചാരിച്ച് പുറത്തേക്ക് പോവാണ്. ഈ സമയത്ത് നമ്മുടെ ബോണാണെങ്കിൽ നോക്കി വരുമ്പോൾ ആ സൈഡിലായിട്ട് നമ്മുടെ മൂണാണെങ്കിൽ ഇരുന്ന് കേക്ക് നന്നാക്കുന്നുണ്ട്. അവൾ ഹെഡ്ഫോണൊക്കെ വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടത് അവനാണെങ്കിൽ മഴകി നിൽക്കുകയാണ് അവളെ കണ്ടതിൻ്റെ എഫക്റ്റിൽ. ഈ സമയത്ത് അവൻ പാർക്കുള്ളിലേക്ക് കയറി വരുന്നത്. പാർക്ക് ഇത് കണ്ടത് ചൂടായി വിളിച്ച് പറയാണ്. ഈ സമയത്ത് അവളാണെങ്കിൽ ഹെഡ്ഫോൺ ഊരണത്. അവളാണ് പെട്ടെന്ന് ഇവൻ്റെ അടുത്തേക്ക് വരാണ്. ഈ സമയത്ത് നമ്മുടെ ബോൺ പറയും, അതെ എനിക്കൊരു ചായ വേണമെന്ന് പറയാണ്. ഈ സമയത്ത് അവളാണെങ്കിൽ ഒരു പരിശീലിച്ച ചായ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതാണെങ്കിൽ നല്ല റെഡി ആയിട്ടില്ല. ഈ സമയത്ത് അവൻ പറയും, എനിക്ക് ഈ ചായ ആയാലും കുഴപ്പമില്ല എന്ന് പറയാണ്. ഈ സമയത്ത് ഇത് തരാൻ പറ്റില്ല, അത് കേടായതാന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ കൊണ്ട് കളയാണ്. രണ്ടാമത്തെ കപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയും, നിങ്ങൾ ഏത് കേടായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ചായ എനിക്ക് മധുരമാണ്, നിങ്ങൾ ചായ തരുമെന്ന് പറയാണ്. ഈ സമയത്ത് അവൾ പറയും, അതെ ഇപ്പം തരാൻ പറ്റില്ല, ഞാൻ വേറെ നന്നായിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. ഈ സമയത്ത് നമ്മുടെ പാർക്കിൻ്റെ മുഖം കാണണം, പാവം നമ്മുടെ പാർക്ക്. അവിടെ നിന്ന് സിങ്കട്ടായി കാണിക്കുന്നത് നമ്മുടെ ഡാമിനെയാണ്. ഡാമാണെങ്കിൽ നടന്നൊരു പെട്ടിയായിട്ട് വരുമ്പോൾ പെട്ടെന്ന് അവളുടെ കാലൻ നുളുക്കാണ്. അവളാണെങ്കിൽ റെഡിയാക്കാൻ നോക്കുകയാണ്. ഈ സമയത്ത് ഹീറോനെ നോക്കുമ്പോൾ അവനാണെങ്കിൽ അവിടെ പണിയിലാതാണ്. അതുകൊണ്ട് അവളാണെങ്കിൽ അവനെ വിളിക്കാനായിട്ട് നിൽക്കണില്ല. അവിടെ നിന്ന് സിങ്കട്ടൊക്കെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയാണെങ്കിൽ ബോണിനോട് എല്ലാം കാര്യം പറഞ്ഞിരിക്കുകയാണ്. ആ ബോണാണെങ്കിൽ ആകെ ഷോക്കായി പോവാണ്. അവൾ നിൻ്റെ വീട്ടിലാണോ നിൽക്കണത്? എന്ന് പറയാണ് അവൻ. പാവം നമ്മുടെ ബോണാണെങ്കിൽ ആകെ പെട്ടുപോയി. അവനോട് ഒരു കാര്യം പോലും ചോദിച്ചിട്ടുണ്ടായില്ലേ നമ്മുടെ ഹീറോ. അവിടെ നിന്ന് സിങ്കട്ടൊക്കെ കാണിക്കുന്നത് രാത്രിയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഓംലെറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓംലെറ്റാന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഹീറോ വരുമ്പോൾ അവനാണെങ്കിൽ ഫുഡായിട്ട് അവൾ വെച്ച് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ഇതെന്താ സാധനം ഒന്നും കേട്ടോ. അവൾ തിന്നല്ലേ സോസും കൂടെ ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്മൈലാണ് വരയ്ക്കാൻ നോക്കണത്. വേറെ എന്തോ ആയി വരച്ച് വയ്ക്കുകയാണ്. അവനാണെങ്കിൽ നോക്കുമ്പോൾ അവൾ പറയും, എന്തേ കൊള്ളില്ലേ, മാറ്റണോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൻ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ തിന്നുമ്പോഴാണെങ്കിൽ മുട്ടത്തൊണ്ടൊക്കെ കിടക്കുന്നുണ്ട് അതിൽ താനും. അവനാണെങ്കിൽ തിന്നണ പോലെ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവൾ എന്തേ പ്രശ്നം ഉണ്ടാ, വേസ്റ്റ് കൊട്ടയിൽ ഇരട്ടെ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൻ പറയും, അതൊന്നും കുഴപ്പമില്ല, രസമുണ്ടെന്ന് പറയാണ്. എന്നാലും ഇവൻ്റെ മുഖം കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവാണ്. അതുകൊണ്ട് അവളാണെങ്കിൽ നേരെ എടുത്തിട്ട് അത് കളയാൻ പോകുമ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന് എണീറ്റിട്ട് വരുമ്പോൾ പെട്ടെന്ന് ആ മേശയിലാണെങ്കിൽ കാലടിക്കുകയാണ്. ഇത് കണ്ടത് അവൾ പറയാണ്, നിങ്ങൾ ഇന്നലെ രാത്രി ഡോറിൽ പോയി തലയിടിച്ചു എന്ന് പറയാണ്. ഈ സമയത്ത് അവന് സ്റ്റക്കായി നോക്കുകയാണ് ഇവളയ്യോ പറഞ്ഞത് വലിയ അബദ്ധമായി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. വേറെ ഒന്നല്ല, ഇവൾ ഉറങ്ങണ സമയത്തായിരുന്നു അവൻ ഡോറിൽ പോയിട്ട് തലയിടിച്ച് താഴെ വീണത്. ഇവൾക്ക് എങ്ങനെ അറിയാം? ഈ സമയത്ത് ഇന്നലെ നടന്ന കാര്യമാണ് കാണിക്കുന്നത്. ഇവൾ ശരിക്കും ഉറക്ക ഗുളികയൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഇവളായി കഴിക്കാൻ നോക്കി, പക്ഷെ അതാണെങ്കിൽ അവൾ ഇവൻ്റെ ഓർമ്മ വന്നപ്പോൾ അത് അവിടെ ഇട്ട് കളഞ്ഞു. രാത്രി ആയിട്ട് ഇവൻ വരുന്ന സമയം അവൾ അഭിനയിച്ച് കിടന്നതായിരുന്നു. ഇവനാണെങ്കിൽ അവിടെ വന്നിട്ട് തലോണ വെച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മുഖം കണ്ടപ്പോൾ അവൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ട് കിസ് ചെയ്തതായിരുന്നു. അവളാണെങ്കിൽ അതിൻ്റെ ചമ്മൽ മറക്കാനാണ് ബോധം കെട്ട പോലെ കിടന്നത്. ഇവനാണെങ്കിൽ അവളെ കൊണ്ട് കിടന്നതും ഇവൻ വീണതൊക്കെ ഇവൾ അറിഞ്ഞിട്ടുണ്ട്. ഇവളൊക്കെ അഭിനയിക്കായിരുന്നു. അത് നമുക്ക് മാത്രം കാണിച്ചു തരും. ഇവനാണെങ്കിൽ വീണ്ടും അതിനെ കുറിച്ച് ചോദിക്കാൻ വരുമ്പോഴേക്കും ഇവളാണെങ്കിൽ നേരെ റൂമിൽ കയറി പോയിട്ട് എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. പെട്ടെന്നാണെങ്കിൽ അവിടുത്തെ മേശയിലൊക്കെ കാല് തട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് അവൾ പോയിട്ട് മുറിയുടെ വാതിലടിച്ചിട്ട് കയറി കിടന്നുറങ്ങാണ്. ഈ സമയം നമ്മുടെ ഹീറോയാണെങ്കിൽ വായെന്നാണെങ്കിൽ മുട്ടയുടെ തൊണ്ടെടുക്കാണ് പാവം. അവിടെ നിന്ന് സിങ്കട്ടൊക്കെ കാണിക്കുന്നത് നമ്മുടെ മീറേനെയും അതുപോലെ തന്നെ ഹാങ്ങിനെയാണ്. അവർ രണ്ടാളും കൂടിയിട്ട് ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഹീറോയിനെ കാണാൻ. പക്ഷേ ആണെങ്കിൽ അവർ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മുമ്പിലെത്തിയിട്ടും ആരും കാണാനില്ല. നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ഈ പോസ്റ്റർ വെച്ചിരിക്കുകയാണ്, 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള മത്സരം. അവർക്ക് മനസ്സിലാവാണ്. അവർ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. അവിടെ നിന്ന് സിങ്കട്ടൊക്കെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയും അതുപോലെ തന്നെ ഡാമിനെയും മുത്തശ്ശിനെയും കുറച്ച് ആൾക്കാരെയാണ്. അവരൊക്കെ ആണെങ്കിൽ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥലം നടക്കുന്ന സ്ഥലത്തേക്ക് സാധനങ്ങളൊക്കെ കൊണ്ട്. ഈ സമയത്താണെങ്കിൽ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാത്ത, നിങ്ങൾ രാത്രി എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുകയാണ്. രണ്ടുപേരും വീണ്ടും ഒക്കയിടവാണ്. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ടാണെങ്കിൽ സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോവാണ്. ഈ സമയത്താവും നമ്മുടെ എറിക്കാണെങ്കിൽ അങ്ങോട്ട് വരിക. എറിക്കിനെ കണ്ടതും നമ്മുടെ ഹീറോയാണെങ്കിൽ എറിക്കിനോട് ചൂടായിട്ടാണ് സംസാരിക്കണം. നീ എന്തിനാണ് അവിടേക്ക് വന്നത്, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ എന്തായാലും അവളെ തിരിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നതാണ്, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയാണ്. ഈ സമയത്ത് അവൾ വരുന്നു നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവൻ പറയും,
അത് അവളുടെ ഇഷ്ടപ്പെട്ട ജോലിയാണ്, അതുകൊണ്ട് അവൾ എന്തായാലും വരും എന്ന് പറയാണ്. ഈ സമയത്താവും നമ്മുടെ പാർക്കും അതുപോലെ തന്നെ ഡാമും കൂടിയിട്ട് നടന്നു വരണത്. ഈ സമയത്ത് ഡാം ഇവനെ കണ്ടതും ഓ മിസ്റ്റർ എറിക് നിങ്ങളെന്താ എവിടെയെന്ന് ചോദിച്ചിട്ട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് അവൾ പറയും ഓക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും പാർക്കാണെങ്കിൽ വാ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്കാണെങ്കിൽ ഒരു പെട്ടി വെച്ച് കൊടുക്കുകയാണ്. ആ പണി അവൾക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പെട്ടി പിടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പാർക്കാണെങ്കിൽ നല്ല ഉത്സാഹത്തോട് പറയാണ് നമ്മുടെ എറിക്കിനോട്, എറിക് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, നമുക്കിത് കൊണ്ടുവയ്ക്കണം, നമുക്ക് ഇത് ആഡംബരമായിട്ട് നടത്തണമെന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ അതിന് സമ്മതിക്കുകയാണ്. നമ്മുടെ ഇവളെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവരാണെങ്കിൽ പെട്ടിയും തൂക്കിയിട്ട് നേരെ പോവാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് കലിപ്പ് കയറി. പാർക്കാണെങ്കിൽ ഒരു പെട്ടി എടുത്തിട്ട് പോകാൻ നിൽക്കുമ്പോഴേക്കും ആ പെട്ടി വാങ്ങിയിട്ട് നമ്മുടെ ഹീറോ ഒറ്റയ്ക്കാണ് നടന്നു പോണത്. വീയാതിരിക്കാനൊക്കെ തറയെ നോക്കിയിട്ടാണ് പാവം നമ്മുടെ ഹീറോ പോണത്. ഇതൊക്കെ കണ്ട് നമ്മുടെ മേറിയും ഹാങ്ങൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് താനും. അവിടെ നിന്ന് സിംഗടെ കാണിക്കുന്നത് മുത്തശ്ശിയാണെങ്കിൽ ഒരു സ്റ്റാളിട്ടിരിക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ. അങ്ങനെ അവർ സ്റ്റാളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടീമാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരാണ്. അതാണ് രണ്ടാമത്തെ ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു മുത്തശ്ശിയാണ് അവിടുത്തെ മെയിൻ. അവരൊക്കെ ആണെങ്കിൽ കയറി വരാണ്. ഈ സമയത്ത് വാ നമുക്ക് അവിടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് വന്ന് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരാണെങ്കിൽ പറയാണ് എല്ലാ പ്രാവശ്യം ഞങ്ങളാണ് ജയിക്കാറുള്ളതെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ആ ടീമാണെങ്കിൽ പറയാണ് മുന്നത്തെ പ്രാവശ്യം 2 വാതിലുള്ള ഫ്രിഡ്ജ് ഞങ്ങളെടുത്തു, ഈ പ്രാവശ്യം ടി വി അല്ലേ അത് ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ മുത്തശ്ശി പറയും നിങ്ങൾ എന്തെടുത്തോ ഞങ്ങളിത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിനെ കുറിച്ച് പൊങ്ങി സംസാരിക്കുമ്പോൾ ഈ സമയത്ത് അവർ മുത്തശ്ശിനെ കളിയാക്കി സംസാരിക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശി പറയും നിങ്ങൾ ആരെയാണെങ്കിൽ വിളിച്ചോ, ഞങ്ങളുടെ കയ്യിൽ സുന്ദരന്മാരായ കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ മുത്തശ്ശി ചൂണ്ടി കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ അതുപോലെ ബോൺ അതുപോലെ എറിക്ക് അതുപോലെ തന്നെ പാർക്ക് അതുപോലെ തന്നെ നമ്മുടെ ഹാങ് എന്നിവരൊക്കെ ഒരുമിച്ച് വരാണ്. ഈ സമയത്ത് മറ്റേ രണ്ടാമത്തെ ഗ്രാമത്തിലെ ആൾക്കാരൊന്നും ഷോക്കായി പോവാണ്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഇത്ര സുന്ദരന്മാരായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇറക്കിയേനെന്ന് പറയാണ്. ഓ ഇവന്മാരോടൊക്കെ മുത്തി നിൽക്കാൻ നിങ്ങൾക്ക് ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി. ഈ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കാണ്, ഒരു നല്ല തടിയും ജിമ്മൊക്കെ ആയിട്ടുള്ള ആളാണെങ്കിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ ആൾ പേടിപ്പിക്കാൻ നോക്കുകയാണ് നമ്മുടെ ടീമിനെ. ഉണ്ട പേടിക്കുന്നത് അവരാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഈ മുക്കൂത്തിൽ നിൽക്കണ പോലെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ മറ്റേ ആളാണെങ്കിൽ തിരിച്ച് ഉള്ളിലേക്ക് കയറി പോവാണ്, നാണക്കെട്ടു. എന്നിട്ട് പറയാണ് എന്തായാലും നോക്കാം ആര് ജയിക്കും എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് അവിടെയാണെങ്കിൽ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. അതിന് മുമ്പ് ഒരു പ്രസംഗം ഉണ്ടല്ലോ, അതിനായിട്ട് നമ്മുടെ ഹോയാണ് വന്നിരിക്കുന്നത്. ഹോയാണെങ്കിൽ തോരാതെ സംസാരിക്കുകയാണ്. എതിർ ടീമിലുള്ള ഗ്രാമത്തിലത്തെ ആൾക്കാണെങ്കിൽ സംസാരിക്കാൻ പോലും വഴി കൊടുക്കണില്ല. ആൾ നിന്നു എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെ മൈക്ക് തിന്നാറാവുമ്പോഴാണ് ആൾ നിർത്തണത്. പിന്നെയാണെങ്കിൽ ആൾ കോച്ചായിട്ടാണ് നിൽക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഈ കൈ കൊണ്ട് ഇങ്ങനെ മലർത്തിയടിക്കില്ലേ, ആ സംഭവമാണ്, ഗുസ്തി പിടിക്കലാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം വരുന്നത് നമ്മുടെ പാർക്കും അതുപോലെ ജിമ്മനുമാണ്. പാർക്കാണെങ്കിൽ മത്സരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ പാർക്കിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ മീറയാണെങ്കിൽ ഓളുന്നുണ്ട്. പാർക്ക് നിങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് കിടന്ന് കാറിയിടാണ്. അവിടെ പാർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയും, പക്ഷേ ആണെങ്കിൽ അവൻ അത്ര വലിയ മസിൽമാൻ്റെ അടുത്ത് പിടിച്ചെടുക്കാൻ പറ്റില്ല. അവനാണെങ്കിൽ തോക്കാറാകുമ്പോൾ പെട്ടെന്നാണെങ്കിൽ നമ്മുടെ മീറയെ നോക്കുമ്പോഴാണ് കണ്ണീർക്കി കാണിക്കുകയാണ്. ആ പവറിൽ നമ്മുടെ പാർക്കാണെങ്കിൽ അയാളെ പൊട്ടിച്ചു വിടാണ്. അവൻ എന്നെ വിശ്വാസമാവില്ല ഞാൻ തോൽപ്പിച്ചോന്ന്. അവരൊക്കെ കയറി തുള്ളാണ്. ഈ സമയത്ത് നമ്മുടെ മീറയാണെങ്കിൽ ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് തുള്ളാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിനും അതുപോലെ ഹാങ്ങൊക്കെ ബോധം കിട്ടി നിൽക്കുകയാണ്. ഇവരെന്താ കണക്ഷൻ എന്നുള്ള രീതിയിൽ. അവിടെ നിന്ന് സിംഗടെ കാണിക്കുന്നത് ഇനി പെണ്ണുങ്ങൾക്കുള്ള സമയമാണ്. ഒരു പോയിൻ്റ് എന്തായാലും നമ്മുടെ ഹീറോയുടെ ടീമിന് കിട്ടിയിരിക്കുകയാണ്, ഗ്രാമത്തിന് മറ്റവർക്ക് 0. ഈ പെണ്ണുങ്ങളുടെ സമയമാണ്. ഈ സമയത്ത് പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് മറ്റേ രണ്ടാമത്തെ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു ചാമ്പ്യനാണ്, ഒരു ഒളിമ്പിക്സ് ചാമ്പ്യൻ. അപ്പോൾ നമ്മുടെ ഈ ഒന്നാം ഗ്രാമത്തിൽ നിന്ന് ആര് വരുന്നൊക്കെ പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ മീറയാണെങ്കിൽ മുന്നിലേക്ക് കയറി വരാണ്. മീറേനെ കണ്ടപ്പോൾ അവരൊക്കെ വേണ്ട ചെയ്യാൻ നിൽക്കണ്ട, അവളാണെങ്കിൽ നല്ല ചാമ്പ്യനാന്നൊക്കെ പറഞ്ഞിട്ട് പാർക്കൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ ചിരിച്ചിട്ട് നേരെ വന്നിട്ട് നൈസായിട്ട് അവൾ തോപ്പിച്ചു വിടും മറ്റവളെ. ആകെ ഒന്നറിയില്ല, അവരാണെങ്കിൽ തുള്ളിച്ചാടാനൊന്നും നിൽക്കണില്ല, ഒറ്റയടിക്കെല്ലാം തീർത്തിട്ട് അവൾ കയറി വരാണ്. നമ്മുടെ പാർക്കൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ബോധം വന്നിട്ട് തുള്ളണത്. അങ്ങനെ പാർക്ക് തുള്ളുമ്പോൾ പാർക്കിന് കൃത്യമാണെങ്കിൽ പടപടാന്ന് പറഞ്ഞ് ഇടിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ കൊഴിഞ്ഞു വീഴാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് പഴയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ആദ്യം അവന് മൂണിനെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയതും അതിനുശേഷം ഇപ്പോൾ ഇവിടെ കാണുമ്പോഴാണ് എനിക്ക് തോന്നണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് അവരൊക്കെ ആണെങ്കിൽ തുള്ളിച്ചാടാണ്. അവിടെ നിന്ന് സിംഗടേക്ക് കാണിക്കുന്നത് അടുത്ത മത്സരത്തേക്ക് പോവാണ്. ഈ സമയത്ത് നമ്മുടെ എറിക്കിനെ കൂട്ടിയിട്ടാണ് മുത്തശ്ശി പോണത്. വേറൊരു മത്സരമല്ല, ഒരാൾ വെച്ച് എഴുതി കാണിച്ചു കൊടുക്കും. അയാൾ അത് കാണിച്ചു കൊടുക്കണം, മറ്റാളത് കൃത്യമായിട്ട് പറയണ ഒരു മത്സരമില്ലേ, അതിനായിട്ടാണ് പോണത്. ഇപ്പോൾ 2 ടീമിനും 2-2 എന്ന് പറഞ്ഞ സമനിലയിലാണ്. അങ്ങനെ എറിക്കാണെങ്കിൽ ആദ്യമൊക്കെ ബുദ്ധിമുട്ടെങ്കിലും എറിക്കാണെങ്കിൽ പിന്നെ ഈസി ആയിട്ട് പറഞ്ഞു കൊടുത്ത് മുത്തശ്ശിയായിട്ട് വിജയിക്കും. അവനാണെങ്കിൽ അതിൻ്റെ സന്തോഷം കാരണം അവനെ തുള്ളിച്ചാടാണ്. ആദ്യമായിട്ടാണ് അവരിങ്ങനെയൊക്കെ പങ്കെടുക്കുന്നത്. അങ്ങനെ 3-2 ആവും. അതിനുശേഷം വരുന്ന നമ്മുടെ ഹീറോയിനാണ്. അവരൊക്കെയാണെങ്കിൽ കാണിച്ചു കൂട്ടുന്ന കാണണം, ചിരി വരും. വേറെ ഒന്നുമല്ല, ഹീറോയിനാണെങ്കിൽ ചുണ്ടിൽ കൈവയ്ക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ വീണ്ടും പഴയ കാര്യത്തേക്ക് ഓർത്തോർത്ത് എല്ലാം
ഈ പാസ് 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 പറഞ്ഞ് അവസാനത്തെ ഇതിലെത്തുമ്പോൾ നമ്മുടെ ഹീറോയാണെങ്കിൽ അവസാനമായിട്ട് അവളിങ്ങനെ ലിഫ്റ്റിക്ക് എന്ന് പറയാനുള്ള സ്ഥലത്താണെങ്കിൽ അവളാണെങ്കിൽ ചുണ്ട് കാണിച്ചിട്ട് ലവ് കാണിക്കും സറാങ്ങെന്ന്. ഈ സമയത്ത് ഇവരാണെങ്കിൽ എന്തൊക്കെയോ കണക്കടിച്ച് അവൻ പറയാണ് എനിക്ക് നിങ്ങളുടെ ചുണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ പറയാണ്. ബാക്കിയുള്ളവർക്ക് ഷോക്കായി പോവാണ്, ഒരു കണക്ഷനും ഇല്ല അവൻ പറഞ്ഞതായിട്ട്. അങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. അവർ നൈസായിട്ട് ആ കളിയിൽ തോക്കാണ്. 3-3 എന്നുള്ള സമനിലയിലാവാണ്. നമ്മുടെ ഹീറോനാണെങ്കിൽ പൊതുക്കെ തല്ലാണ് അവരൊക്കെ കൂടി ഇരുന്നിട്ട്. അവിടെ നിന്ന് സിംഗട്ടെ കാണിക്കുന്നു നമ്മുടെ മീറിയും ഹാങ്ങും പിന്നെ നമ്മുടെ ഹീറോയിനൊക്കെ കൂടിയിട്ട് നടന്നു വരുമ്പോൾ നമ്മുടെ ജീനാണെങ്കിൽ സാധനങ്ങൾ വിൽക്കണത് കാണാണ്. അവളാണെങ്കിൽ നല്ല ബുദ്ധിയോട് കൂടി വിൽക്കണ കാണുമ്പോൾ ഇവരൊക്കെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്തോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ സോയിനെ കാണുക. അവളെ കണ്ടെത്തും. നമ്മുടെ ഹീറോയിനെ ഓടിച്ചെന്നിട്ട് ഒരു വെള്ളം കുപ്പി കൊടുത്തിട്ട് കുടിച്ചോളം പറയാണ്. ഈ സമയത്ത് സോയിനെ നോക്കി നിൽക്കുന്നത് സോയിന് ഇഷ്ടമല്ല മാസ്ക് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ഹീറോയാണെങ്കിൽ തിരിഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയത്താണ് സോയിൻ വെള്ളം കുടിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ജിയുനാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ നിന്ന് സിംഗട്ടെ കാണിക്കുന്നത് ഓട്ട മത്സരമാണ് ഇനി വരാൻ പോണത്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും ഓടാനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾക്ക് കാല് നന്നായി വേനെടുക്കുന്നുണ്ട്. അവളാണെങ്കിൽ കാലിങ്ങനെ തിരുമ്പാൻ നിൽക്കണം. അവൾ മടങ്ങി വീണില്ലേ, അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും അവൾക്ക് കാലിലുണ്ട്. ഈ സമയത്ത് നമ്മുടെ എറിക്കാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഷൂ അഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അതാണെങ്കിൽ കെട്ടി കൊടുക്കാണ് എൻ്റെ ലൈസ്. അവളെ നോക്കി ചിരിക്കുകയാണ്. നന്നായി ഓടിയോളെന്ന് പറയാണ്. എന്നിട്ടാണെങ്കിൽ അവർ മത്സരത്തിനായി തയ്യാറായിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോയാണെങ്കിൽ മീറ ജിനിയോട് പറയാണ് അതെനിക്കൊരു സഹായം വേണ്ടവരെന്ന് പറയാണ്. അവിടെ നിന്ന് സീൻ കട്ടൊക്കെ കാണിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാണ് മത്സരം. നമ്മുടെ എറിക്കാണ് ആദ്യം ഇത് കിട്ടണത്. ആ സ്റ്റിക്കും കൂടെ ഓടി നേരെ പോണത് നമ്മുടെ ജിന്നിയുടെ അടുത്തേക്ക്. ജിന്നിയാണെങ്കിൽ അവിടെ നിന്ന് ഓടി നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക്. ഹീറോയുടെ അടുത്തേക്ക്. ഹീറോയാണ് ഇനി ഹീറോയിന് കൊടുക്കേണ്ടത്. പക്ഷേ ഹീറോയാണെങ്കിൽ അത് നേരെ എടുത്തിട്ട് ഫിനിഷ് പോയിന്റിലേക്ക് ഓടാണ്. ബാക്കിയുള്ളവരൊക്കെ ദേഷ്യം വന്ന് നിൽക്കാണ്. അങ്ങനെ നൈസായിട്ട് നമ്മുടെ 1ാമത്തെ ഗ്രാമം തോക്കാണ്. 2ാമത്തെ ഗ്രാമം TV എടുത്തിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഹീറോ കാരണം അവർ തോറ്റിരിക്കുകയാണ്. അവിടെ നിന്ന് സിംഗട്ടെ കാണിക്കുന്നത് രാത്രിയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ പാർക്കും അതുപോലെ തന്നെ മീറയും കൂടി സംസാരിക്കുകയാണ്. ഈ സമയത്ത് മീറ പറയാണ് അതെ നിങ്ങളുടെ നമ്പർ എനിക്ക് തരുമെന്ന് ചോദിക്കുകയാണ്. പാർക്കാണെങ്കിൽ പിന്നെ എന്താ തരാമെന്നുള്ള രീതി നിൽക്കുകയാണ്. അവിടെ നിന്ന് സിംഗട്ടെ കാണിക്കും നമ്മുടെ ഹീറോയിനെയും അതുപോലെ ഹീറോയിനെയാണ്. അവർ സ്റ്റൂളിങ്ങനെ മറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ജീനാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് അതെ എനിക്കൊരു കാര്യം സംസാരിക്കണം, എൻ്റെ കൂടെ വരുമെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണ് ഇപ്പോൾ തന്നെ സംസാരിക്കണം, കുറച്ച് പണിയുണ്ടല്ലോ എന്ന് പറയാണ്. സമയത്തോളം എനിക്ക് സീരിയസ് ആയിട്ട് ഒന്ന് വരാൻ പറയാണ്. അവരാണെങ്കിൽ അവിടെ നിന്ന് പോവാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ മീറ അങ്ങോട്ട് വരണത്. മീറാണെങ്കിൽ അവളെ വിളിച്ചിട്ട് ഒരു സൈഡിലേക്ക് പോവാണ്. ചോദിക്കാണ് അതേ നിങ്ങൾ എന്താ പരിപാടി, ഇപ്പം നീ അവൻ്റെ വീട്ടിലാണ് നിൽക്കണേന്നൊക്കെ കേട്ടു. അതൊന്നുമില്ലടേ നമ്മളങ്ങനെ നിന്ന് പോകണമെന്നൊക്കെ പറയാണ് അവളാണെങ്കിൽ എൻ്റെ കയറി പോകണം നമ്മുടെ മീറ വീട്ടിലേക്ക് ഹാങ്ങും കൂടിയിട്ട്. അവരോടൊക്കെ ബായൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഹീറോയിനോട് നമ്മുടെ എറിക്ക് വന്നിട്ട് പറയാണ് അതെനിക്കൊരു കാര്യം സംസാരിക്കണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, വാ നമുക്കത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് പോവാണ്. അവളോട് സംസാരിക്കുന്നത് ആ കമ്പനിയിൽ തിരിച്ചു വരാനുള്ള കാര്യമാണ്. ഹിറ്റ് കമ്പനി നിങ്ങളെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാമെന്നൊക്കെ പറയാണ്. ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ എന്തൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് സിംഗട്ടെ കാണിക്കുന്നു നമ്മുടെ ജിന്നിയെയും അതുപോലെ തന്നെ ഹീറോയിനെയാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നത് വേറെ ഒന്നുമില്ല. ജിന്നിയാണെങ്കിൽ പറയാണ് എൻ്റെ വികാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവളാണെങ്കിൽ പറയാൻ വരാണ്. ഈ സമയത്ത് ഹീറോ പറയും അതേന്ന് പറഞ്ഞ് എനിക്ക് ഞാൻ നിന്നെ അനിയത്തിയായിട്ട് കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് അവൾ പറയും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നമ്മുടെ ഡാമിന് ഇഷ്ടമുണ്ടാവും, അതുകൊണ്ടാവും നിങ്ങളിങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നേരിട്ട് പോവാണ് ചിരിച്ചിട്ട്. ഈ സമയത്ത് നമ്മുടെ ഇവരെയാണ് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയും അതുപോലെ തന്നെ എറിക്കിനോട് ഹീറോയിൻ പറയണേ അതെ എനിക്കിപ്പോൾ തിരിച്ചു വരാൻ താല്പര്യമൊന്നുമില്ല, ഞാൻ ഇപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കണുണ്ടെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ സംസാരിക്കാനായിട്ട് ഇനി ഓഫറായിട്ട് വരണ്ട, നിങ്ങൾ വേറെ ആൾക്ക് കൊടുക്കാൻ നോക്ക്, നമ്മളെന്ത് സുഹൃത്തായിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് അവളാണെങ്കിൽ പതുക്കെ അവിടെ നിന്ന് നേരിട്ട് സ്കൂട്ടാവാണ്. ഈ സമയത്ത് നമ്മുടെ എറിക്കാണെങ്കിൽ അതാലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവളാണെങ്കിൽ നേരെ പോണ വീട്ടിലേക്കാണ്. വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയാണെങ്കിൽ ഒരു കവറൊക്കെ ആയിട്ട് അവൾ വരാണ്. ഈ സമയത്ത് ഹീറോയിനാണെങ്കിൽ ചോദിക്കുകയാണ് നിങ്ങളെന്തിനാ മത്സരത്തിൽ തോറ്റെന്നൊക്കെ ചോദിച്ചിട്ട് അവനോട് അങ്ങനെ ചൂടാവാണ്. ഈ സമയത്ത് അവനോട് പറയണേ എവിടെ വന്നിരിക്കാൻ പറഞ്ഞിട്ട് അവളാണെങ്കിൽ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങളെന്തിനാണ് എൻ്റെ ഓട്ട മത്സരത്തിൽ എനിക്ക് അത് തരാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും നിങ്ങളുടെ കാലൊളുക്കി ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് തരാതിരുന്നതെന്ന് പറയാണ്. ഈ സമയത്ത് വീണ്ടും അവൾ നാണത്തിലാവാണ്. അതിനുശേഷം മറ്റേ സംസാരിക്കണ മത്സരത്തിൽ നിങ്ങളെന്തിനാണ് എൻ്റെ ചുണ്ടിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയാണ് അതൊന്നുമില്ല, നീ അന്ന് എനിക്ക് കിസ് തന്നില്ലേ അതിൻ്റെ ഇതാന്ന് പറയാണ്. അവനാണെങ്കിൽ കിസ് എന്ന് പറഞ്ഞപ്പോൾ അവളാണെങ്കിൽ പെട്ടെന്ന് ഷോക്കായി പോവാണ്. അവൾ പറയണത് അതൊന്നും അങ്ങനെയൊന്നുമല്ല, അത് ഞാൻ അറിയാതെ തന്നത്, അല്ലാതെ എനിക്കതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അതിനെക്കുറിച്ച് വിവരിക്കുകയാണ്. ഈ സമയത്ത് ഹീറോ പറയും അത് നീ അറിയാതെ തന്നത്, ഇനി ഞാൻ അറിഞ്ഞ് തരാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു കിസ് ചെയ്യുന്നത് കാട്ടിയിട്ടാണ് ഈ 7ാമത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിൻ്റെ അടുത്ത എപ്പിസോഡായി നാളെ വരാം. അപ്പോൾ അതുവരെ ബൈ.